അദ്ദേഹം മത്സരിക്കുമ്പോൾ ഞാൻ ബൂത്ത് കമ്മിറ്റി സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് സ്വാധീനമില്ലാത്ത മണ്ഡലം, അവിടെ സ്വാധീനം ഉണ്ടാക്കിയെടുത്ത ഒരാളാണ് ഞാൻ. മനസ്സിലായ? ഒരു 3 തവണ 2006, 2011, 2016 അവിടുത്തെ ബൂത്ത് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്താണ് ഞാൻ. ഇപ്പൊ പാർട്ടി വിട്ടേക്കോ? തീരദേശത്ത്. മനസ്സിലായ? ആ മനുഷ്യൻ ഒരു കാലത്തും രക്തസാക്ഷികളെ ഉപയോഗിച്ച് അയാൾ പോകാൻ പോയായിരുന്നു. സ്വന്തം അനിയനെ തള്ളിപ്പറഞ്ഞവൻ പോയി പണി നോക്കാൻ പറ. ഇതാണ് പാർട്ടി. ഒരു കാലത്തും ഈ പാർട്ടി ചെങ്കൊടി താത്തില്ല ഒരുത്തന്റെ മുമ്പിലും. ഒന്നും വരികയല്ല. പാർട്ടി കൊടുക്കാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്താ ഇനി ഒന്നും കിട്ടാനില്ല പുള്ളിക്ക്. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. കിട്ടാവുന്നതിന്റെ പരമാവധി എല്ലാം മേടിച്ച് ഇനി വേറെ ഒന്നും കിട്ടാനില്ലാത്തത് കൊണ്ട് അടുത്ത പോവുകയാണ്. ഇനി അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് തിരക്കുകയാണ്. ഇത് സുധാകരന്റെ ഒക്കെ വോട്ടിട്ട ആളാണ്. വോട്ടിട്ടത് ഞങ്ങൾ പ്രവർത്തിച്ച് കരിക്കും വെള്ളം കൊടുത്ത് അയാളെ ക്ഷീണം മാറ്റി ഇലക്ഷൻ ഓരോ സമയത്തും അയാളെ നിയന്ത്രിച്ചു കൊണ്ടുപോയ മനുഷ്യരാണ് ഞങ്ങൾ. അറിയാമോ? അയാൾക്ക് വേണ്ടി പ്രവർത്തിച്ച കാരണം എന്ന് പറയാൻ അമ്പലപ്പുഴ 3 പ്രാവശ്യം നിന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നടന്നും അദ്ദേഹത്തിന് വെള്ളവും കൊടുത്ത് കരിക്കും വെള്ളം വരെ കൊടുത്ത് സ്വീകരിച്ചു കൊണ്ടുപോയി വിജയിപ്പിച്ച മനുഷ്യൻ. പാർട്ടിയോടുള്ള സ്നേഹമാണ്. അത് തന്നെ 40 വർഷം പിന്നെ എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ച മനുഷ്യനായി പോയിരിക്കുന്നത്. 40 വർഷം അച്യുതാനന്ദൻ പോലും ഇത്രയും സുഖം അനുഭവിച്ചിട്ടില്ല. ആ മനുഷ്യനാണ് കൊള്ളക്കാരൻ, സ്വന്തം സഹോദരനെ ഒറ്റയ്ക്ക് കൊടുത്തവൻ. അതായത് പാർട്ടിയിൽ നിന്ന് കിട്ടാവുന്ന ആനുകൂല്യങ്ങളെല്ലാം പറ്റി, സകലതും പറ്റി. കാരണം അയാൾ പിന്നെ കുടുംബമായിട്ട് പിണങ്ങിയപ്പോഴും പാർട്ടി അയാൾക്ക് കൂട്ടുനിന്നത്.